നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയം കത്തിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന മുദ്രാവാക്യമുയർത്തി CPM തെരുവിലിറങ്ങുമ്പോൾ മറുവശത്തുയരുന്നത് അതിലും വലിയൊരു ചോദ്യം. സേവനം നൽകാതെയുള്ള കോടികളുടെ ഇടപാടുകൾ എങ്ങനെ നടന്നു? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം ഒഴുകിയപ്പോൾ സർക്കാർ നോക്കി നിന്നു? അതോ അധികാരത്തിന്റെ തണലിൽ എല്ലാം ഒതുക്കാമെന്ന ആത്മവിശ്വാസമായിരുന്നു? കല്ലെറിഞ്ഞാലും കേന്ദ്ര ഏജൻസികളുടെ ഫയലുകൾ മിണ്ടാതിരിക്കില്ല. കേന്ദ്ര ഏജൻസിയായ SFIO നടത്തിയ അന്വേഷണത്തിൽ സേവനം നൽകാതെയാണ് CMRL കമ്പനിയിൽ നിന്ന് വീണ വിജയൻ പണം കൈപ്പറ്റിയതെന്ന കണ്ടെത്തലാണ് കേസിന്റെ ഗുരുത്വം കൂട്ടിയത്. അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ഇടപാടുകൾ എന്നത് രാഷ്ട്രീയമായി കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. SFIO കണ്ടെത്തലുകൾക്ക് പിന്നാലെ ED മിന്നൽ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ CPMന്റെ അസ്വസ്ഥതയും കൂടുകയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞവരാണ് ഇന്ന് തെരുവിൽ കത്തിക്കുന്നത്. കേരളം ചോദിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: കോടികളുടെ ഇടപാടുകൾക്ക് രാഷ്ട്രീയ പരിരക്ഷ കിട്ടിയില്ലേ? ഇനി അന്വേഷണം വീണ വിജയന്റെ അറസ്റ്റിലേക്കോ? CPMന്റെ പ്രതിരോധം പാർട്ടിയെ രക്ഷിക്കുമോ? കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം ED മിന്നൽ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. അടുത്ത ഘട്ടമായി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനു മുൻപ് SFIOയുടെ ഗുരുതരമായ കണ്ടെത്തലുണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. SFIOയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയിൽ നൽകിയതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ കോടതിയിൽ സ്റ്റേ നിൽക്കുന്നുണ്ട്. വിചാരണയ്ക്ക് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിചാരണയിലേക്കും കടക്കാം. SFIO കണ്ടെത്തിയത് ഗുരുതരമായ ക്രമക്കേടുകളായിരുന്നു. ഇത് SFIOയുടെ റിപ്പോർട്ടാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക്, വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL കമ്പനിയും നടത്തിയ ഗുരുതരമായ ക്രമക്കേടുകളാണ് വെളിവായിരിക്കുന്നത്. ഇതിനകത്ത് സേവനം നൽകാതെയാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും വീണ വിജയനും CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയത്. അതും 2017 മുതൽ 2020 വരെ എന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ക്രമക്കേടുകൾ എന്ന്? ഈ കരാർ ഒരു ഘട്ടത്തിലും CMRLന്റെ ബോർഡ് അംഗീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഓരോ മാസവും എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയും വീണ വിജയന് 5 ലക്ഷം രൂപയും CMRL കമ്പനിയിൽ നിന്ന് നൽകുകയായിരുന്നു. എന്താണ് സേവനം നൽകിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി എക്സാലോജിക്കോ വീണ വിജയനോ CMRL കമ്പനിയോ നൽകിയിട്ടില്ല. അതുമാത്രമല്ല, ഈ സേവനങ്ങൾക്ക് ശേഷം മറ്റൊരു കമ്പനിയെ, ATNA എന്നൊരു കമ്പനിയെ CMRL ഏൽപ്പിച്ചിരുന്നു അവിടുത്തെ IT സർവീസുകൾക്കായിട്ട്. അവർക്ക് നൽകിയത് വളരെ തുച്ഛമായ പ്രതിഫലമായിരുന്നു. 3,65,000 രൂപ മാത്രമായിരുന്നു നൽകിയത്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് വീണ വിജയനും വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക്കും വാങ്ങിയത്. ഈ വിവരങ്ങളും SFIOയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വീണ വിജയന്റെയും എക്സാലോജിക് കമ്പനിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം CMRLിൽ നിന്ന് കിട്ടുന്ന പണമായിരുന്നു. മറ്റു ചെറിയ ചെറിയ തുകകൾ മാത്രമായിരുന്നു അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യവും ഓരോ സാമ്പത്തിക വർഷവും എത്ര തുക വീതം മറ്റ് ചില കമ്പനികളിൽ നിന്നും എക്സാലോജിക്കിനും വീണ വിജയനും കിട്ടി, അതും CMRL കമ്പനിയുമായുള്ള ഇടപാടും തമ്മിലുള്ള താരതമ്യവും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളും ചാർട്ട് സഹിതം SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയത്. 447 CA കമ്പനി ആക്ടിന്റെ 447 വകുപ്പാണ് വീണ വിജയനെതിരെ ചുമത്തിയിരിക്കുന്നത്. CMRLന്റെ ഉദ്യോഗസ്ഥർക്കെതിരെയും MD ശശിധരൻ കർത്തയ്ക്കെതിരെയും ഇതിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇത് SFIOയുടെ അന്വേഷണ റിപ്പോർട്ടും കുറ്റപത്രവും കൂടിയാണ്. ഇത് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. സ്റ്റേ നീങ്ങിക്കഴിഞ്ഞാൽ വിചാരണയിലേക്ക് പോകുവാനും സാധിക്കും. SFIO കണ്ടെത്തിയതുപോലെ തന്നെ ഉള്ള കണ്ടെത്തലുകളിലേക്ക് EDയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ SFIOയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഓരോ വിവരങ്ങളും, എന്തൊക്കെയാണ് എക്സാലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാട്, ഏത് രീതിയിലായിരുന്നു ആ കരാർ, വീണ വിജയന്
ഈ CMRL കമ്പനിയിൽ നിന്ന് ഓരോ മാസവും കിട്ടിയ തുകയുടെ കണക്കുകൾ, അതുപോലെ തന്നെ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി വീണ വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുമാത്രമല്ല CMRLനും കൃത്യമായിട്ട് ഇത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു സേവനമെന്ന്. അതുമാത്രമല്ല CMRL കമ്പനിക്ക് വലിയ IT സേവനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഈ സ്റ്റോക്ക് രജിസ്റ്റർ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ IT സേവനങ്ങൾ മാത്രം മതിയായിരുന്നു. അതിന് എക്സാലോജിക് പോലെയുള്ള ഒരു കമ്പനിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇത്രയും തുക അതിനായിട്ട് ചെലവഴിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു കമ്പനിയെ ചുമതല ഏൽപ്പിച്ചപ്പോൾ ആ കമ്പനിക്ക് അതിൻ്റെ എത്രയോ മടങ്ങ് പണം കുറച്ചാണ് നൽകിയത് എന്നുള്ള വിവരവും SFIO ഉദ്യോഗസ്ഥരുടെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് SFIOയുടെ റിപ്പോർട്ട്. സേവനമില്ലാതെ പണം വാങ്ങി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ SFIO റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല ഏക വരുമാന മാർഗം എന്ന് വേണമെങ്കിൽ പോലും CMRLനെ പറയാം എക്സാലോജി കമ്പനിയുടെയും വീണ വിജയന്റെയും എന്നുള്ള കാര്യവും SFIO റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് ഓരോ സാമ്പത്തിക വർഷത്തെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. 2017 എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയുള്ള വർഷം മുതലാണ് CMRLുമായിട്ട് എക്സാലോജി കമ്പനി കരാറിലേർപ്പെട്ടതും. അന്ന് മുതലാണ് 2017 ജനുവരി 1 മുതലാണ് ഓരോ മാസവും വീണ വിജയന് 5 ലക്ഷം രൂപ വീതം CMRL കമ്പനിയിൽ നിന്ന് കിട്ടിയത്. എക്സാലോജി കമ്പനിക്ക് 3 ലക്ഷം രൂപയും ഓരോ മാസവും കിട്ടുകയുണ്ടായി. ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ 84 മുതൽ 99 പേജ് വരെ SFIO റിപ്പോർട്ടിൻ്റെ 84 മുതൽ 99 പേജ് വരെ ചാർട്ടുകൾ സഹിതം SFIO രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അത് മാത്രമല്ല ഇതിൽ ചാർജസിന്റെ വിവരവും ഏതെല്ലാം കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് CMRL ഉദ്യോഗസ്ഥരുടെ പേരിൽ മാത്രമല്ല വീണ ടിയുടെ പേരിലും ഇത്തരത്തിലുള്ള ചാർജ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിവരവും SFIO റിപ്പോർട്ടിലുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് SFIO റിപ്പോർട്ടിലുള്ളത്. ഗുരുതരമായ ക്രമക്കേടുകൾ, സേവനം നൽകാതെ പണം വാങ്ങി എന്നുള്ള, അതും 2.78 കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു 50 ലക്ഷത്തിൻ്റെ ഇടപാട് കൂടി നടന്നിട്ടുണ്ട്. അത് CMRLന്റെ MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് ഈ 50 ലക്ഷം രൂപ എക്സാലോജിക്കിന് നൽകിയത്. അത് വായ്പയാണ് നൽകിയത്, പക്ഷേ പണം തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട്. അതും ഈ എക്സാലോജിക് വാങ്ങിയ പണത്തിൻ്റെ പട്ടികയിൽ SFIO ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ക്രമക്കേടുകൾ. SFIO റിപ്പോർട്ടിൻ്റെ പിന്നാലെയാണ് EDയുടെ അന്വേഷണം 2024 തുടങ്ങിയത്. എന്തായാലും ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. SFIOയിൽ കമ്പനി ആക്ട് പ്രകാരമുള്ള വിചാരണയായിരിക്കും നടക്കുക. പക്ഷേ ED അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ED അന്വേഷണത്തെ ചെറുക്കുവാനായിട്ട് CPM ഇപ്പോഴും രംഗത്തുണ്ട്. തെരുവ് യുദ്ധത്തിലേക്ക് ഇന്നലെ പോകുന്നത് കണ്ടതാണ്. ശ്രീ GV ഹരി, ശ്രീ യുവരാജ് ഗോകുൽ, ഡോക്ടർ B ജയരാജ് എന്നിവർ ചേരുകയാണ്. ശ്രീ GV ഹരി, എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോഴത്തെ EDയുടെ അന്വേഷണത്തെ? SFIO റിപ്പോർട്ടിൽ എന്തായാലും കാര്യങ്ങൾ കൃത്യമാണ്. എന്തെല്ലാമാണ് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ED അന്വേഷണത്തിൽ അവർ ധൃതി കാണിക്കുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ നമുക്കിപ്പോൾ ഈ SFIOയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ 2 കമ്പനികൾ നടന്നിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ആ റിപ്പോർട്ടിലൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമാണ്, വളരെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ്, വളരെ കൃത്യമായിട്ടുള്ള ഇമെയിൽ. അതിൻ്റെ അപ്പൻഡിക്സ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ അപ്പൻഡിക്സ് നോക്കുമായിരുന്നു, അതിനകത്ത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ തെളിവോടുകൂടി, അതും ഏതൊക്കെ ഇതിൽ നിന്നാണ് പോയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കൊടുക്കാത്ത സേവനത്തിനുള്ള ഒരു പണം കൊടുത്തു കഴിയുമ്പം അത് ഇറ്റ് കംസ് അണ്ടർ, നമുക്കറിയാവുന്നതുപോലെ EDയുടെ ഇതിനകത്ത് വരുന്നതാണ്, അവരുടെ പ്രിവ്യൂവിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് മനസ്സിലാക്കിയിട്ടാണ് ED ഇത് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചത്. പക്ഷേ അത് ഹൈക്കോടതിയിൽ CMRL കൊടുത്തിട്ടുള്ള കേസിൽ തൽക്കാലം അവിടെ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മെനഞ്ഞാന്ന് അത് ഹൈക്കോടതി ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി തന്നെ EDക്ക് നിർദ്ദേശം കൊടുത്തു, അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള റെയ്ഡാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ നമ്മൾ കണ്ടത് ഇവിടെ കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധവും അതോടൊപ്പം തന്നെ അക്രമവും അഴിച്ചുവിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്.
പ്രതിഷേധിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ള ഒരു കമ്പനിക്കെതിരായിട്ട് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ശ്രീ പിണറായി വിജയനെതിരെ ഇതിനകത്ത് കേസില്ല. ഇതിനകത്ത് മറ്റേതെങ്കിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു കേസ് കാണുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ SFIയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെയും പേരുകൾ ഇതിനകത്ത് കാണുന്നില്ല. കണ്ടത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തേക്കണ്ടിയിൽ എന്ന് പറയുന്ന എക്സാലോജിക്കിൻ്റെ MDക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണമാണ് SFI നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് CMRൽ നിന്നുള്ള വരുമാനമാണ് എക്സാലോജിക്കിൻ്റെയും വീണയുടെയും വരുമാനം 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. 2.78 കോടി രൂപ ഈ കാലഘട്ടത്തിൽ എക്സാലോജിക്കും വീണയും ചേർന്ന് CMRൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതും ഒരു സേവനവും നൽകാതെ എന്നുള്ള കാര്യം. എക്സാലോജിക്കും ഒരു സേവനം നൽകിയിട്ടില്ല. വീണ അവിടുത്തെ IT സൊല്യൂഷൻസിന്റെ കരാറായതുകൊണ്ട് അവർക്ക് കൊടുത്തിരുന്നു. അതെ, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു സേവനവും CMRലിന് കൊടുത്തിട്ടില്ല എന്നാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം അവരകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സാലോജിക് കേസിൽ ദേ ക്ലെയിംഡ് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് IT സപ്പോർട്ട് ഫോർ CMRL's കോർപ്പറേറ്റ് ഓഫീസ് ആൻഡ് ഫാക്ടറി ഓപ്പറേഷൻസ്. മൂന്നാമത്തത് കൺസൾട്ടൻസി ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസ്. എന്താ കൊടുത്തത്? മൈക്രോസോഫ്റ്റ്, അതോടൊപ്പം PowerPoint, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2.78 കോടി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു അപ്പൻഡിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ടേൺ ഓവർ 5 ലക്ഷമായിരുന്നു. അത് 2017 അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കണം 100 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയായിട്ട് എക്സാലോജിക്ക് മാറുന്നു. അത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് മഞ്ജുഷ് നേരത്തെ പറഞ്ഞ വളരെ കൃത്യമാണ്. ഈ വരുമാനം എന്ന് പറയുന്ന ആകപ്പാടെ ഈ കമ്പനി എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരാളുകളുമായിട്ട് ഒരുപാട് പേര് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മണി ലോണ്ടറിങ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് SFIO കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്പനി ആക്ട് പ്രകാരം നടപടി എടുക്കുവാനേ കഴിയും. അവർക്ക് അത്രേ പറ്റുള്ളൂ. വിചാരണ അത്രേ പോലും, അറസ്റ്റും ഉണ്ടാവുകയില്ല. പക്ഷേ ഈ പറയുന്ന EDക്ക് അങ്ങനെയല്ല. കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോക്കൂ, ഇവിടെ ഇവർ CPM പറയുന്ന ഏറ്റവും രസകരമായ കാര്യം എന്താ? ഇത് അക്കൗണ്ടിലാണ് വാങ്ങിച്ചെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലുള്ള എല്ലാ ഫ്രോഡ് ട്രാൻസാക്ഷൻസും ഇത്തരത്തിൽ അക്കൗണ്ടിൽ വാങ്ങിച്ചിട്ട് അതിനെ കള്ളപ്പണത്തെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് അക്കൗണ്ടിൽ കൊടുക്കുമ്പോഴാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അക്കൗണ്ടിലൂടെ കൊടുത്തപ്പോൾ ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇനി ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ ആയി എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നോക്കൂ, 2 കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരു കമ്പനി അവർക്ക് സേവനം കൊടുത്തെങ്കിൽ മാത്രമേ ആ പണം കൈപ്പറ്റാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എന്തിനു കൊടുത്തു? കൊടുത്ത ആ കിട്ടിയ പണത്തിൻ്റെ സേവനം തിരിച്ചെന്ത് നിങ്ങൾ കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്താൻ SFIയെ ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഈ പണം എത്തരത്തിലാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ ഈ കക്ഷികൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. CMRലും പറ്റിയിട്ടില്ല, എക്സാലോജിക്കിനും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീണ വിജയൻ്റെ അച്ഛൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷപാതപരമായിട്ടുള്ള ഒരു സഹായം, അല്ലെങ്കിൽ ഇവർക്ക് CMRലിന് ഫേവറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും തുക ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ B. ജയരാജ്, എന്തിനാണ് നിങ്ങൾ ഈ തെരുവ് യുദ്ധം നടത്തുന്നത്? അതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഇതുവരെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഡോക്ടർ GV ഹരി പറയുണ്ടായി, ഇത് പിണറായി വിജയന് എന്തെങ്കിലും ബന്ധമുണ്ടോ, പിണറായി വിജയന് എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തത് കൊണ്ടാണോ വീണ വിജയന് ഈ ഇത്തരത്തിലുള്ള, അല്ലെ വീണ തൈക്കണ്ടിയിലിന് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കുള്ള ഒരു അവസരം ഉണ്ടായതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആ ഒരു സംശയം തന്നെയാണ് ഇതിനെ പാർട്ടി ഇത് ചെറുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനകത്ത് വീണ വിജയൻ മാത്രമല്ലല്ലോ പ്രതി, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പ്രത്യേകം എടുത്ത് കേസ് ഫയലിൽ പറയുന്നത് കൊണ്ടാണ് പാർട്ടി അതിനെ ചേർക്കുന്നത്, സമുന്നതനായ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു നേതാവെന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് നമുക്ക് എടുത്ത് നോക്കാം. വളരെ ദൂരെ എങ്ങും പോകണ്ട, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ബോഫോഴ്സ് വിവാദം കത്തി നിന്ന സമയത്ത്, രാജീവ് ഗാന്ധിയുടെ പേരിൽ ബോഫോഴ്സ് വിവാദം കത്തിയുന്ന സമയത്താണ് VP സിംഗിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു. സെയിൻ കിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിൽ ഷെൽ കമ്പനിയിൽ VP സിംഗിന് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആയിരുന്നു. അതിനുശേഷം BJP സർക്കാർ വന്നിട്ട് ചെയ്തിട്ടുള്ള നടപടികൾ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കാം. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവഗംഗയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അത്ര സമ്പന്നനായ
അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ആളിൻ്റെ ബന്ധുവാണ് ചിദംബരം. ആ ചിദംബരത്തിന് ഇഷ്ടംപോലെ സ്വത്തുകൾ ദേശത്തും വിദേശത്തും എല്ലാം ഉണ്ട്. ചിദംബരം കള്ളപ്പണ ഇടപാട് നടത്തി മണി ലോണ്ടറി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈനറിയും UK അവിടുത്തെ വൈനറിയിലെല്ലാം ഇത് ചെയ്തിട്ട്, എന്നിട്ട് ഇതെല്ലാം എന്തോ പുതിയ കാര്യം കണ്ടുപിടിച്ചതാണ് പോലെ. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ വൈനറി ഉണ്ട്, അദ്ദേഹത്തിന് അവിടെ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അതിസമ്പന്നനായ ഒരു സാമ്പത്തിക മന്ത്രിയാണ് എന്നുള്ള കാര്യം, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തിക മന്ത്രിയാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെയും കരിവാരി തേക്കാൻ ശ്രമിച്ച ശ്രമം, അതിനുശേഷം പിന്നീട് ദൂരെ ഒന്നും പോകണ്ട. പിന്നെ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും 50 മണിക്കൂറടക്കമാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ 50 മണിക്കൂറടക്കം ക്വസ്റ്റ്യൻ ചെയ്ത് സോണിയാഗാന്ധി, സുഖമില്ലാത്ത സോണിയാഗാന്ധി ബോധരഹിതയായി താഴെ വീണിട്ട് പോലും അവരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആ കേസ് എങ്ങനെയായി? അത് അക്വിറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ പിന്നീടുള്ള ഓരോ കേസുകൾ, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസായിട്ട് അതിനകത്ത് മനീഷ് സിസോദിയെ ആദ്യമേ ആക്രമിച്ചു. അതിനുശേഷം കൊണ്ടുവന്നത് ആരെയാണ്? കെജ്രിവാളിനെ യാതൊരു തെളിവില്ലാതെ ജയിലിലടക്കുകയും കെജ്രിവാളിന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുകയും ഡൽഹിയിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്തത്. പക്ഷേ ഡോക്ടർ ബി ജയരാജ്, ഇവിടെ പിണറായി വിജയനെതിരെ അല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിരിക്കുന്നത്. SFIയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്തും പിണറായി വിജയന്റെ പേരില്ല. വീണ തൈക്കണ്ടിയിൽ എന്നാണ്, വീണ ടിയുടെ പേരിലാണ്. എക്സാലോജിക്കിന്റെ ഉടമ എന്ന രീതിയിൽ വീണ ടി എന്നുള്ള പേരാണ് വന്നിരിക്കുന്നത്. ഈ 2017-2020 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇത് ആലോചിച്ചാൽ പോലും, നമുക്ക് വെറും കോമൺ സെൻസിന് ആലോചിച്ചാൽ പോലും രാജ്യത്ത് എത്രയോ IT കമ്പനികളുണ്ട്, കേരളത്തിൽ എത്രയോ IT കമ്പനികൾക്കുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഈ പ്രിവിലേജ് എങ്ങനെ ഈ വീണ ടിക്കും എക്സാലോജിക്കിനും കിട്ടുന്നു? അവിടെ അവർക്കൊരു IT എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ ഈ IT സാങ്കേതിക വിദ്യയുള്ള ഒരു കമ്പനിയൊന്നുമല്ല CMRL എന്ന് പറയുന്നത്. അവർക്ക് ഈ സ്റ്റോക്ക് മെയിൻ്റനൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വേണം. അതിനാണ് ഈ പറയുന്ന പോലെ ടാലിയും MS ഓഫീസും ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിനുവേണ്ടി ഒരാളെ 5 ലക്ഷം രൂപ ഓരോ മാസവും ശമ്പളം നൽകിക്കൊണ്ട് നിയമിക്കുന്നു, അത് കരാറിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ അതേ ആളുടെ കമ്പനിക്ക് 3 ലക്ഷം കൊടുക്കുന്നു. അങ്ങനെ 8 ലക്ഷം രൂപ ഓരോ മാസവും നൽകുന്നു. അതങ്ങനെ പോയി 2.78 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് സിമ്പിൾ ലോജിക്കിന് ആലോചിച്ചാൽ മതിയല്ലോ. ഇനി ഇവരുടെ കമ്പനിയുമായുള്ള കരാർ തീർന്നതിന് ശേഷം 2022 ATNA എന്നൊരു കമ്പനിയെ ഏൽപ്പിച്ചു. അത് നിസാര തുകയ്ക്കായിരുന്നു, 3.65 ലക്ഷം രൂപയ്ക്ക്. ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്തിനാണ് ഈ 2017-20 കാലഘട്ടത്തിൽ ഇത്രയും വലിയ തുക CMRL നൽകിയത് വീണ ടിക്കും എക്സാലോജിക്കിനുമെന്ന്? കോമൺ സെൻസ് ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേസുകൾ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ ചോദ്യം നിൽക്കുകയാണ്. ഇതില്ല എന്ന് പറയുവാൻ, ഇത് നിഷേധിക്കുവാൻ ഇതുവരെ വീണ ടിക്ക് കഴിഞ്ഞിട്ടില്ല, ഇത്രയും തുക വാങ്ങിയിട്ടില്ല എന്ന്. അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യത്തെ എന്തിനാണ് CPM തെരുവ് യുദ്ധം നടത്തിക്കൊണ്ട് ചെറുക്കാൻ നോക്കുന്നത്? അവർ വിചാരണ ചെയ്യപ്പെടുന്നുവെങ്കിൽ അവർ വിചാരണ ചെയ്യപ്പെടട്ടെ സാർ. അവർ വിചാരണ ചെയ്യപ്പെടുന്ന രീതിയിലല്ലല്ലോ. മണിക്കൂറുകളോളം, 8 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു വെക്കുകയും പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തെ അല്ല, ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ വെളിയിൽ പോകാൻ അനുവദിക്കില്ല എന്നൊരു സിമ്പിൾ കാര്യമല്ലേ? ഇത് പിണറായി വിജയനാണെന്ന് വെച്ച് പോയി ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും നടക്കില്ല. അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ അനുവദിക്കാൻ ആര് പറഞ്ഞു? അങ്ങനല്ല, അവർക്ക് ഭക്ഷണം പോലും അകത്തേക്ക് കൊടുക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ, ഭക്ഷണം പോലും അകത്തേക്ക് സെർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മരുന്ന് പോലും സെർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ അങ്ങനെയുള്ള ഉപരോധമാണ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവർ റെയ്ഡ് നടത്തിയത്. ഒരു സെക്രട്ടറിയെ പോലും അകത്തോട്ട് കടത്തി വിട്ടില്ല എന്നുള്ളതാണ്. സെക്രട്ടറിയെ പോലും പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറ്റി വിട്ടു. ഒരു റെയ്ഡിലും അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാറില്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് റെയ്ഡ് എന്ന് പറയേണ്ട കാര്യമില്ല. അതവരുടെ പ്രോട്ടോകോൾ ആയിരിക്കാം. അതെ, പ്രോട്ടോകോൾ ആണ്. അതല്ല, അത് പ്രോട്ടോകോൾ ആയിരിക്കാം. ഞാൻ പറയുന്ന കേൾക്കൂ. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും കാണിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ കേരളത്തിൽ അത് വിലപ്പോവാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു ആക്ഷനാണ് ഇന്നലെ കണ്ടത്. അത് പാർട്ടി അണികളാരും ചെയ്തതല്ല, അദ്ദേഹത്തോട് സ്നേഹമുള്ള മറ്റുള്ള ആളുകൾ തന്നെ ചെയ്തതാണ്. ജനക്കൂട്ടമുണ്ട്, ജനക്കൂട്ടം ഇളകി വന്നതാണ്. ഒരു മോബിന്റെ മുന്നിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നന്ദാവനം പോലീസ് ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, ആഭ്യന്തരമന്ത്രിക്ക് ആളുകളെ പോലീസുകളെ ഇറക്കിയിടായിരുന്നല്ലോ. അവിടെ CPM-കാരല്ലാതെ ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. അതായത് പിണറായി വിജയന്റെ ആരാധക വൃന്ദമല്ലാതെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ശ്രീ ഡോക്ടർ ബി ജയരാജ്, അല്ലാതെ ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ആരും വരികയുമില്ല.
നിങ്ങൾ വിളിച്ചു വരുത്തിയ ആളുകൾ, അതായത് CPM നേതാക്കൾ വിളിച്ചു വരുത്തിയ ആളുകളെ ഉള്ളൂ. ഞാൻ അതായത് ഈ വഴിവിട്ട് പറയുന്ന വന്നു. ആരാധക ബന്ധം വഴിവിട്ട് മാത്രമേ വന്നു. ഉണ്ടായിരുന്നുള്ളൂ, അല്ല വെളിയിൽ നിന്നുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മഞ്ജുഷ ഇന്റർപ്രറ്റ് ചെയ്യരുത്, ഇന്റർഫിയർ ചെയ്യരുത്. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളോട് പറയാൻ അനുവദിക്കണം. 2022 രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തി കേരളത്തിൽ വന്നിട്ട്. എന്താണ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പിണറായി വിജയനെ എന്തുകൊണ്ട് റെയ്ഡ് നടത്തുന്നില്ല? 2026 പ്രിയങ്ക ഗാന്ധിയും ഇതേ പ്രസ്താവന നടത്തി. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അകത്തിടുന്നില്ല? എന്തായാലും ഇതിന്റെ പിന്നിൽ ഇന്നലെ VD സതീശൻ പോകുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. അടുത്ത ദിവസമാണ് കേരളത്തിൽ റെയ്ഡ് നടക്കുന്നത്. ഇത്രയും നാള് ഇല്ലാത്ത കാര്യം, സംശയം സ്വാഭാവികമായ കോമൺ സെൻസ്. ഒരു സംശയമില്ല, അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം ഇ ഡി ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കേണ്ട, അതും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. അതും ഇതുമായി ബന്ധിപ്പിക്കാൻ നോക്കേണ്ട. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നു, ആ സമയം തന്നെ മിന്നൽ നീക്കത്തിലേക്ക് ED കടന്നു എന്നേ ഉള്ളൂ ഡോക്ടർ B ജയരാജ്. അത് ധൃതിയായിരുന്നു, ശരിയാണ്. പക്ഷെ അവർക്ക് അത് ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അടുത്ത ദിവസം പോയി ചിലപ്പോൾ ഇതിൽ സ്റ്റേ വാങ്ങിയിരിക്കും. അത് വളരെ നിഷ്കളങ്കനായ പൂക്കി ചീഫ് മിനിസ്റ്ററിന് യാതൊന്നുമില്ല, യാതൊരു പങ്കുമില്ല എന്നാണല്ലോ മഞ്ജുഷ് പറഞ്ഞു വരുന്നത്. വെള്ള പൂശിക്കോളൂ, പരമാവധി വെള്ള പൂശിക്കോളൂ. വെള്ള പൂശി അവസാനം മറ്റേ സിനിമയിൽ കാണുന്നതൊക്കെ വെള്ളക്കലത്തിനകത്തിട്ട് ഉരുട്ടുന്ന അവസ്ഥ ഉണ്ടാവാതിരുന്ന മാത്രം മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. വെള്ള പൂശിക്കോളൂ, പരമാവധി വെള്ള പൂശിക്കോളൂ. അതാണല്ലോ താങ്കളുടെ മാധ്യമ ധർമ്മം. കുറേ നാളുകളായിട്ട് ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ഇതേ വിഷയം എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നും എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൈക്രോസോഫ്റ്റും പിന്നെ പഴഞ്ഞ വാദങ്ങളുണ്ടല്ലോ. മൈക്രോസോഫ്റ്റ് വിൻഡോസും ഡോസും മറ്റ് സാധനങ്ങളും പവർ പോയിന്റും ചെയ്തതിനാണ് എന്നൊക്കെ പറയുന്ന റിപ്പോർട്ട് വായിച്ചു നോക്കൂ. അത് മാത്രമല്ല, ഇത് CMRന്റെ IT ഹെഡിന്റെ മൊഴിയാണിത്. ഇതിനേക്കാളും വലിയ പുകമറ, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. IT ഹെഡ് എന്നല്ല, അയാൾ റിട്ടയർ ചെയ്ത് പോയ ഒരാളാണ്. അയാൾ CMRൽ മാറിപ്പോയ ഒരാളാണ്. അയാൾ പറഞ്ഞതിന് അത്രയും വില കൊടുത്താൽ മാത്രം മതി. അത്രയും വില മാത്രം കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, IT ഹെഡിന്റെ മൊഴി എന്നൊക്കെ പറയട്ടെ. ഇവർ കൺസൾട്ടന്റ് ആയിരുന്നു എന്ന് SFIയുടെ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ കൺസൾട്ടന്റ് ഫീസില്ലേ? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിന്റെ ഫീസില്ലേ? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അവർ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മഞ്ജുഷിന് അറിയാമോ? ഞങ്ങൾക്ക് എന്ത് സേവനമാണ് കിട്ടിയതെന്ന്. അല്ല, എന്ത് സേവനമാണ് കിട്ടിയതെന്ന് അല്ല എങ്കിൽ പറയൂ, എന്ത് സേവനമാണ് നൽകിയത്? CMRലിന് അറിയില്ല, വീണ ടിക്ക് അറിയില്ല, എക്സാലോജിക്കിന് അറിയില്ല. അല്ലോ പറയുന്നത്, പിന്നെ ആരാണ് പറയേണ്ടുന്ന സ്ഥലത്ത്? CMRൽ അല്ലല്ലോ അത് പറയുന്നത്. CMRൽ നിന്ന് റിട്ടയർ ആയി പോയ ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകളല്ലേ നിങ്ങളെല്ലാം വീണ്ടും ഉരുട്ടോണ്ടിരിക്കുന്നത്. ഇതേ SFIയുടെ ഉദ്യോഗസ്ഥർ വെറുതെയാണോ? അവർ അവിടെ അന്വേഷിച്ചിട്ടാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. കോൺട്രാക്ട് അതിന്റെ എന്താണ് അത്? ഇനി എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് കേന്ദ്ര ഏജൻസി കയറി ഇറങ്ങുകയാണ്. പരുന്തുകളെ പോലെ പാറി പറന്ന് നടക്കുകയല്ലായിരുന്നു കേരളം മുഴുവൻ. അപ്പൊ സമയമാവട്ടെ. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിക്കുന്ന തെളിവുകളാണ്. അല്ല ഡോക്ടർ B ജയരാജ്, ഇതെല്ലാം സംസാരിക്കുന്ന തെളിവുകളാണ്. അല്ലല്ല, ഇതിൽ പറയുന്ന ഈ റിപ്പോർട്ടിൽ ചാർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വീണ തൈക്കണ്ടിയിലിന്റെ 2017-20 കാലഘട്ടത്തിലെ വരുമാനവും അതിനു മുൻപുള്ള വരുമാനവും അതിനുശേഷമുള്ള വരുമാനവും, പിന്നെ CMRലിൽ നിന്നുള്ള വരുമാനമാണ് എക്സാലോജിക്കിനും വീണ ടിക്കും ഉണ്ടായിരുന്നത്. ഇക്കാര്യമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും പറയുകയാണ് വേട്ടയാടുകയാണ്. ആർക്കും വരുമാനം ഉണ്ടായിക്കൂടാ, മുമ്പ് വരുമാനം ഉണ്ടായിക്കൂടാ, ശേഷം ഉണ്ടാക്കിക്കൂടാ. ഒരു കമ്പനി ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ കമ്പനിയിൽ പുതിയതായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ കണക്ഷൻസ് കിട്ടും. എൻ്റെ കമ്പനി വലുതാവും, അതിനനുസരിച്ച് വരുമാനം കൂടുകയും ചെയ്യും. എന്തായാലും 4 വർഷമേ കമ്പനി വലുതായിട്ടുള്ളൂ കേട്ടോ. അതിന് മുൻപും ഉണ്ടായിരുന്നില്ല, അതിനുശേഷവും ഉണ്ടായിരുന്നില്ല. ശ്രീ യുവരാജ് ഗോകുൽ, ഈ SFIയും അതുപോലെ തന്നെ EDയും ഒക്കെ കൂടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ B ജയരാജ് പറയുന്നത്. അനുവദിക്കില്ല എന്നാണ്. അല്ല, ശ്രീ B ജയരാജ്, അങ്ങേക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുണ്ടെങ്കിൽ
അങ്ങിപ്പോൾ പറയുന്നത് അവിടെ നിന്ന് പിരിഞ്ഞു പോയത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞതെന്നൊക്കെയാണ് അങ്ങ് പറയുന്നത്. ശരി, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീമതി വീണ വിജയനോട് പൊതുജനങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു തെരുവ് നാടകം നടത്തി, ഒരു തെരുവ് യുദ്ധം നടത്തി, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടഞ്ഞു വെച്ച് അവർ സഞ്ചരിച്ച കാറിനകത്ത് ചുടുകട്ട എടുത്തെറിഞ്ഞ് അവരെ ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. കാരണം ഓടുന്ന ഒരു വണ്ടിയിൽ ഗ്ലാസ്സിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ കൊല്ലാൻ നോക്കി ആ തരത്തിലേക്കൊക്കെ പോകുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് താൻ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം അവർ തുറന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ആ നൽകിയ സേവനത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരക്ഷരം പോലും വീണ വിജയൻ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങ് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ CPM ഒരു വക്താവാണെന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെയെങ്കിലും പറയാൻ വേണ്ട. ഇത് അങ്ങ് വക്താവുമല്ല, അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു നിരീക്ഷകനാണ്. അപ്പോൾ അങ്ങേക്ക് അതൊരു ബാധ്യതയും അല്ല, അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊള്ളണം എന്നുള്ളത് അങ്ങയുടെ ഒരു ബാധ്യതയോ ഉത്തരവാദിത്വമോ അല്ല. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങ് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന എന്തിനാ ഇത്രയും പൊള്ളുന്നത്? അല്ലല്ല, അങ്ങ് ഇങ്ങനെ പൊള്ളേണ്ട കാര്യമില്ല. അങ്ങ് ഇത്രയും നേരം സംസാരിച്ചല്ലോ. അല്ല ശ്രീ ജയരാജ്, ഞാൻ 10-40,000 വോട്ടോടെ പിടിച്ചിട്ടുണ്ട്. ബിജെപിയുടെ ചരിത്രത്തിലെ വക്താവല്ല, അയാളാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് വക്താവല്ലോ. താങ്കളുടെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി. എന്റെ കാര്യത്തിലോട്ട് കിണ്ടാൻ വരണ്ട. കിണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള കാര്യം കൂടെ പറയാം. ശരി, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങ് CPM ഔദ്യോഗിക വക്താവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അങ്ങ് CPM ഇടത് നിരീക്ഷകനെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതി കാണിച്ചിരിക്കുന്നതും അങ്ങ് ഇടത് നിരീക്ഷകനായിട്ടാണ് ഇരിക്കുന്നതും. അപ്പോൾ CPM ഔദ്യോഗിക വക്താവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിനെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ അങ്ങയോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, വീണ വിജയൻ ഇതുവരെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ അങ്ങ് വെറുതെ നെടുമങ്ങാട് പോയിട്ട്, നെടുമങ്ങാട് പോലെ BJPയുടെ ഒരു B ക്ലാസ് മണ്ഡലത്തിൽ 10-40,000 വോട്ട് പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനൊരു വോട്ട് കേരളത്തിന് പുറത്ത് എത്ര മണ്ഡലങ്ങളിൽ CPM സ്വപ്നം കാണാൻ പോലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോട്ടയോട് പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നിരീക്ഷകനായിട്ട്, അതും വക്താവായിട്ടല്ല, നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, അങ്ങ് വീണ വിജയനോട് പറയുക, നിങ്ങൾ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്ത് ന്യായീകരണം എവിടെ നിങ്ങൾ പൊതുസമൂഹത്തിനെ മുഴുവൻ അത്രയും നിസ്സാരമായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിയില്ല എന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, 166 റിപ്പോർട്ട് പേജുള്ള ഒരു റിപ്പോർട്ട് SFIO അന്വേഷിച്ച് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അങ്ങേക്ക് അത് മുഴുവനായിട്ട് തന്നെ വായിച്ച് നോക്കാവുന്നതാണ്. അതിനകത്ത് SFIO വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മഞ്ജുഷ എൻ്റെ ഇൻട്രോയിലും പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കേണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ ആവർത്തിക്കേണ്ടി വരുന്നതാണ്. അതായത് എക്സാലോജിക്കിന് കൊടുക്കുമ്പോൾ മാത്രം 2.72 കോടി രൂപ കൊടുത്ത അതേ സേവനം അതിനുശേഷം ATNL എന്ന് പറയുന്ന ഒരു കമ്പനി വെറും 3 ലക്ഷം രൂപ സേവനത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് എന്ത് ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്? ആനുവൽ മെയിൻ്റനൻസ് ഞാൻ സമ്മതിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ചക്ക, ആ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ലക്ഷം രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മളൊരു കാറ് മേടിക്കുന്നു, നമ്മളൊരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു 2 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചിട്ടിട്ട് ആ കാറിന് എനിക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ആ വാദം ഡൈജസ്റ്റ് ആകണമെന്ന് അങ്ങ് പറയുന്നത്? എന്ത് ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആനുവൽ മെയിൻ്റനൻസിന് ഒരു കോസ്റ്റ് ആകും. എന്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആനയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു തുകയാകും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വഴിയെ പോകുന്ന ഒരു തെരുവ് വെട്ടിയെ പിടിച്ച് വീട്ടിൽ വളർത്തിയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തുകയാകും എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ ഇത് ശുദ്ധ തട്ടിപ്പും മണി ലോണ്ടറിംഗും ആണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കാണ് ഇതിനകത്ത് സംശയമില്ല. മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന CMRലും എക്സാലോജിക് വീണ ബന്ധം ഇതിനെ കൂടുതൽ ശക്തി പകരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും SFIയുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ശശിധരൻ കർത്ത MD CMRL അദ്ദേഹത്തിന്
പാർട്ട്ണർഷിപ്പ് ഉള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ കർത്തയും പാർട്ട്ണർഷിപ്പിലായിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നുള്ള EICPL എന്ന കമ്പനി. ആ കമ്പനിയിൽ നിന്ന് ആദ്യം ഒരു 25 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പയായി നൽകുകയാണ് 5/8/2015. അത് 6/8/2015 ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു HDFC ബാങ്കിലേക്ക്. അത് 1/8/2016 24 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സിൽ തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിൽ 12% പലിശയ്ക്ക്. പക്ഷേ ഒരു പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല. അതുമാത്രമല്ല, തിരിച്ചടയ്ക്കാഞ്ഞിട്ടുകൂടി മറ്റൊരു ലോൺ കൂടി നൽകുകയാണ് 25 ലക്ഷത്തിൻ്റെ. അങ്ങനെ ടോട്ടൽ 50 ലക്ഷത്തിൻ്റെ. അത് 4 ലക്ഷം രൂപ തിരിച്ചടച്ചെന്ന് തോന്നുന്നു. അവസാനം 4 ലക്ഷം രൂപ 13/11/2016 അല്ലേ? ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദി സെക്കൻഡ് ലോൺ ദാറ്റ് എക്സാലോജിക് റീപെയ്ഡ് 4 lakhs ടു EICPL ഓൺ 13/11/2016 എന്നാണ്. മഞ്ജുഷ, ഇതിനകത്ത് ഇതിപ്പോൾ ഡോക്ടർ ജയരാജ് പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ റിപ്പോർട്ട് വായിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും അല്ല, അദ്ദേഹത്തിന് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വിശ്വാസ്യത ഇല്ല. താങ്കൾക്കുണ്ടോ? താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ വിശ്വാസ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് സോണിയാഗാന്ധിയെയും രാഹുലിനെയും ഒക്കെ വേട്ടയാടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ തെളിവ് സഹിതം. ഞാൻ ഒരു മിനിറ്റ് ഡോക്ടർ ജയരാജ് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാൻ പറയാൻ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ED വിട്ടുവന്നിട്ടുള്ള എല്ലാ കേസുകളും സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ED അല്ല, ഇത് SFIയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ SFIയുടെ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ SFIO കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു തെറ്റുമില്ല. ഇനി അതിനകത്ത് ഇത്തരത്തിലൊരു കാര്യം വന്നിപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിനകത്ത് ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കേസ് EDയിലേക്ക് പോയത്. ഇപ്പം ഡോക്ടർ ജയരാജ് പറഞ്ഞത് VD സതീശൻ ഡൽഹി ചെന്നതിന് ശേഷമാണ്. ഞാൻ അതിൻ്റെ നാൾ വഴി ആദ്യമേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഈ റിപ്പോർട്ട് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ED ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് CMRൽ കൊണ്ടുപോയിട്ട് അതിന് സ്റ്റേ വാങ്ങിയത്. ആ സ്റ്റേ ഇന്നലെ വെക്കേറ്റായി. അത് ഒരു കോയിൻസിഡൻസ് ആണ്. നമുക്ക് അതിനകത്ത് അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ മിണ്ടാത്തത്? അല്ല, അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നുവല്ലോ. ആ കാര്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തർക്കപരിഹാര ബോർഡ് അത് കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ RC ഉണ്ട്, OC ഉണ്ട്, IK ഉണ്ട്, പിന്നെ അത് കുഞ്ഞാലിക്കുട്ടിയല്ലേ അല്ലേ, PK ഉണ്ട്. അപ്പോൾ ഇത് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണോ? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ള കൂടിയുണ്ട്. SFIയുടെ അന്വേഷണത്തിലേക്ക് അത് വന്നിട്ടില്ല. പക്ഷേ അതൊക്കെ സംഭാവന മേടിച്ചാണ്. ഇല്ല, അത് കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അല്ല. നോക്കൂ, അത് ഡോക്ടർ ജയരാജ് അങ്ങ് കളിയാക്കി പറയണ്ട. അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആളുകളും ഞങ്ങളും ഒക്കെ തന്നെ പല ആളുകളിൽ നിന്നും സംഭാവന കൈപ്പറ്റി റെസീറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഈ രാജ്യത്ത് BJP ചെയ്യാറുണ്ട്, കോൺഗ്രസ് പാർട്ടി ചെയ്യാറുണ്ട്, CPM. അതുപോലെ അല്ലല്ലോ ഒരു വ്യക്തി. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഡോക്ടർ B ജയരാജ്, PV ഞാനല്ല, നാട്ടിൽ എത്രയോ വിജയന്മാരുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? കിട്ടാനും പോണല്ലോ. ഇതിനകത്ത് മഞ്ജുഷ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ RCയെ കുറിച്ച് പറഞ്ഞല്ലോ. രമേശ് ചെന്നിത്തലയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അവർ സംഭാവന പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ പറഞ്ഞത്, അതില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സർവീസിനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെങ്ങനെയാണ് ഡോക്ടർ ജയരാജ് ഇത് കണക്ട് ചെയ്യുന്നത്? അങ്ങനെ കണക്ട് ചെയ്യരുത്. അങ്ങേപ്പോലെ ഒരാൾ ഈ ലോജിക്കലായ കാര്യം പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞോളൂ, അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ മറ്റൊരു കാര്യം, ബിസിനസ് ചെലവുകൾ കൂട്ടിക്കാണിച്ച CMRL അതായിരുന്നുവല്ലോ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവർ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന പണവും ഈ ബിസിനസ് ചെലവിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നികുതി വെട്ടിക്കുവാനുള്ള ശ്രമം നടത്തി. അതാണ് തർക്കപരിഹാര ബോർഡ് ആദായ നികുതി വകുപ്പിന്റെ പിടിച്ചതും പെനാൽറ്റി ഇട്ടതും. അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ EDക്ക് ചിലപ്പോൾ അതിലേക്ക് അന്വേഷണം നടത്തേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനയെ സംബന്ധിച്ചിടത്തോളം EDക്ക് അത്തരത്തിലുള്ള കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ രാജ്യത്ത് നിയമപരമായി തന്നെ എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും പ്രയാസമൊന്നുമില്ല. അത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും അതിനൊന്നും ഒരു പ്രയാസമില്ല. കൃത്യമായിട്ട് റെസീപ്റ്റ്സ് കൊടുക്കുക. ഞങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വർഷവും കൃത്യമായിട്ട് IT റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. കൊടുക്കാത്ത സാഹചര്യത്തിനകത്ത് നോട്ടീസ് അയക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന നടപടികൾ അവർ സ്വീകരിക്കുന്നത്. അത് അവിടെ നോട്ടെ. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയും ഇവരൊന്നും അപലപിച്ചില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ജയരാജ് അടക്കം പറയുന്നത്. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്നലെയും പറഞ്ഞു. ഇന്നലെ ശൈലജ ടീച്ചർ പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ശൈലജ ടീച്ചറിൻ്റെ പേരിൽ ഇത്തരത്തിൽ തെറ്റായിട്ടൊരു കാര്യം ED മുന്നോട്ട് വെച്ചാൽ, പിണറായി വിജയനെതിരെ തെറ്റായിട്ടൊരു ആരോപണം മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾക്ക് അപലപിക്കാം. പക്ഷേ ഇവിടെ ആരാണ് വീണ വിജയൻ?
ഈ SFIയും അതോടൊപ്പം തന്നെ വിജയനും ഇഡിയും കൊണ്ടുവന്നിട്ടുള്ള ഈ കേസ് പിണറായി വിജയനെതിരെയല്ല. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയൻ സീനിലേ ഇല്ല. ഈ പിണറായി വിജയൻ സീനിലുണ്ട്. അല്ല, പിണറായി വിജയൻ സീനിലുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കളും സീനിലുണ്ട്. അല്ല, ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ നേതാക്കളുടെ തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയാണ് ഞാൻ CPM-ന് വേണ്ടി സംഭാവന വാങ്ങിച്ചെന്ന് പറഞ്ഞ ഈ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഒരു സീരിയസ് ഫ്രോഡ് കമ്പനീസ് തമ്മിൽ നടന്നിട്ടുള്ള സീരിയസ് ഫ്രോഡാണ്. CMRL ഫ്രോഡ് നടത്തിയിട്ടുണ്ട്, കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സഹായകരമായിട്ട് എക്സാലോജിക്ക് ഫ്രോഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്താണ് ഈ കാര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല, ഇരച്ചു കയറി വന്ന് ജനസൗട്ടാണ്. എപ്പം IP ബിനുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഡോക്ടർ ജയരാജനെ IP ബിനു ആണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. CPM-ന്റെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കൗൺസിലറാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം കൗൺസിലറല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കൗൺസിലറുണ്ട്. 2 പ്രധാനപ്പെട്ട കൗൺസിലർമാരാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകരുത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു അല്ല, താങ്കൾ ഇത്രയും ആവേശത്തോടെ പറയുമ്പോൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന്? ഇപ്പോൾ വീണ വിജയന്റെ അറസ്റ്റിലേക്കാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ മുമ്പ് ഇതിനേക്കാൾ വലിയ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ക്ലിഫ് ഹൗസിൽ കയറും, ഇപ്പോൾ പരിശോധന വരും, കേന്ദ്ര ഏജൻസികൾ എത്തുമെന്നൊക്കെ. നിങ്ങൾ ഈ ആവേശത്തോട് സംസാരിക്കുന്ന കേട്ടാൽ തോന്നും നിങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ വലിയ വിശ്വാസമാണെന്ന്. അല്ല, അങ്ങനെയല്ലല്ലോ മഞ്ജുഷ. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് നേതാവോ ആയിക്കോട്ടെ, അതിനകത്ത് കൃത്യമായ നടപടി എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ രാഹുൽ ആവശ്യപ്പെടുന്നത് പിണറായി വിജയന്റെ അറസ്റ്റ് അല്ല. അതെന്തുകൊണ്ടാ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഡീലിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അത്തരത്തിൽ BJP സഹായിക്കാൻ മുന്നോട്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഈ കേസാണ് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതിപ്പോഴില്ലേ? അതിപ്പോഴും ഉണ്ട്. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളത് പറഞ്ഞല്ലോ, അത് ഓപ്പണായിട്ട്. അത് സാങ്കേതിക തടസ്സമല്ലായിരുന്നോ? അല്ല, ഇഡിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇന്നലെ വരെ മിനിയാന്ന് വരെ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. അല്ല, അത് പറയട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ആ സാങ്കേതിക തടസ്സത്തിന് മുമ്പിൽ ഈ തെളിവുകൾ കൊണ്ടുവരികയല്ലേ. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ? ഈ കേസിന് വേണ്ടിയിട്ടല്ലേ ഇവർ തമ്മിൽ ഡീൽ കൊടുത്തത്? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടല്ലേ? അത് ശരിയാണെന്ന് ഇപ്പം ബോധ്യപ്പെട്ടില്ലേ? ഇത് വന്നതോടുകൂടി ED അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. അതിനകത്ത് സംശയമുള്ളത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകില്ല. ഞാൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ അതിപ്പോൾ തീരുമാനിക്കേണ്ടത് BJPയും അതിന്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള. ഇതിനേക്കാൾ വലിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് എല്ലാം ഉണ്ട് SFIയുടെ കണ്ടെത്തലിൽ അല്ലേ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് അവർക്ക് നിയമപരമായി കമ്പനിക്കെതിരെ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ. പക്ഷെ അവർക്ക് അതിനും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അല്ല, ED ഈ കേസ് എടുത്തതോടുകൂടി ഹൈക്കോടതി ഇത് അതിന് അനുമതി കൊടുത്തോടുകൂടി സ്വാഭാവികമായിട്ട് അവർ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സമയമാണ്. കാരണം തോപ്പിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്നലത്തെ സംഭവത്തോടുകൂടി റീജനറേറ്റ് ചെയ്യാൻ BJP സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, അവരെ ഈ വീട്ടിൽ കയറിയ ആളുകളെയൊക്കെ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടല്ലോ, പിണറായി വിജയൻ എല്ലാവരും കൂടി ആഹ്വാനം ചെയ്തു. നിങ്ങളെ ഇതുവരെയും കാണാത്ത പിണറായി വിജയൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ഈ കേരളത്തിലെ അവരുടെ ഇടതുപക്ഷത്തിൻ്റെ അണികളോട് പറയുകയാണ് നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്നാണ്. കലാപ ആഹ്വാനത്തിനടക്കം അദ്ദേഹം എന്താണ് പറയുകയാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഇവർക്കൊരു സഹായമാണ്. ഇപ്പോൾ ഡോക്ടർ ജയരാജ് ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ EDയോട് നന്ദി പറയണം ഡോക്ടർ ജയരാജ് ഇത്തരത്തിൽ. കാരണം ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്ന ആളുകൾക്ക് ഒരു സഹായമാണ് ED ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കേണ്ടത് ഇത് എത്രത്തിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ നോക്കുന്നുണ്ട് ഇത് എത്രത്തിൽ ശരിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ശ്രീ യുവരാജ് ഗോകുൽ, ഇതിന് മുൻപുള്ള അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. യുവരാജ് ശരിയാണല്ലോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മഞ്ജുഷ. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ മുന്നോട്ട് പോയി, കൊടകര മുന്നോട്ട് പോയോ? അല്ലല്ല, ഞാൻ പറയട്ടെ. കൊടകര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, കൊടകരയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ EDയുടെ കേസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്ക് സോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ EDയുടെ വിഷയം അവിടെ കഴിഞ്ഞു. ഇത് തന്നെയാണ് ഞങ്ങളിപ്പോൾ വീണ വിജയൻ്റെ കേസിലും പറയുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കാശ് വാങ്ങിച്ചിട്ടുണ്ട്, ആ കാശ് വാങ്ങിയതിന് കൃത്യമായിട്ട് എന്താണ് സേവനം എന്ന് EDയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൻ്റെ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ് ആണ്. കൊടകരയിൽ ഉൾപ്പെടെ ആയാലും മറ്റെവിടെ ആയിരുന്നാലും ശരി തന്നെയാണ്. നിങ്ങളൊരു ക്യാഷിൻ്റെ ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാഷിൻ്റെ ഫ്ലോയ്ക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഏത് കേസിനകത്തുള്ളൂ. ഇവിടെ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മുമ്പോട്ട് പോകുന്നത്. പിന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസ് കേരളത്തിൽ മുമ്പോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് പ്രധാനമായിട്ടും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഞ്ജുഷേ, സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവശങ്കർ അദ്ദേഹം എത്ര ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ആ കേസ് ക്ലോസ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്ത് തരത്തിലുള്ള കോംപ്രമൈസ് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വിഷയത്തിൽ കാണിച്ചു എന്നാണ് പറയുന്നത്?
ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. അവിടെ തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് ഗൂഢാലോചനയാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ ഞാനാണ് ഇത് ചെയ്തത് എന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിനകത്ത് ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? മാപ്പ് സാക്ഷിയായിട്ട് മാറണം. അല്ല, ഞാൻ ഇന്നയാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അയാൾ തെളിവുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങണം. ഇല്ലാത്തിടത്തോളം അതിനകത്ത് ഒരു ഇപ്പം നോക്കൂ, ഇപ്പം ഈ എം ശിവശങ്കർ എന്ന് പറയുന്ന ആൾ, പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ, ഇവർ നിരന്തരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കണ്ടത് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെളിവാണ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇഡിയുടെ കയ്യിൽ ഉണ്ടാവുക? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അവിടെ തെളിയിക്കപ്പെടേണ്ടുന്നത് ഗൂഢാലോചനയാണ്. ഇവിടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ചന്ദ്രശേഖരൻ വധത്തിൽ ഇവിടെ വേണമെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാം, അതുവഴി അതുവരെ വേണമെങ്കിൽ ഇഡി കൊണ്ടുപോകാം. പക്ഷെ അവർ കോടതിയെ സമീപിക്കും, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കും, ഇതൊക്കെ ഉണ്ടാകും. ഇഡിക്ക് ആ കടമ്പയും കടന്ന് വേണമെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം, അതിനപ്പുറം ഒന്നും പോകാൻ സാധിക്കുകയില്ല എന്നല്ലേ? അല്ല, അങ്ങനെ നമുക്ക് ഈ കേസിനകത്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ആ ഒരു റിപ്പോർട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. കാരണം ഈ പണം അല്ലെങ്കിൽ ഇതിനകത്ത് പോകാൻ സാധിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണ വിജയൻ പറയണം ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം, ഈ പറയുന്ന പർട്ടിക്കുലർ സേവനമല്ലാണ്ട് മറ്റെന്തെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് കമ്മിറ്റ് ചെയ്തിരുന്നതിൻ്റെ പേരിൽ എനിക്ക് തന്നിരുന്ന കൈക്കൂലിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ആര് സമ്മതിക്കണം? വീണ വിജയൻ സമ്മതിച്ച് പുതിയൊരു സ്ക്രിപ്റ്റ് അതിനകത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനൊക്കെ എന്തായാലും പിണറായി വിജയൻ മകളെ ആ ഒരു തരത്തിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താണ് നൽകിയിരുന്ന സേവനം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് നിന്നത് കൈക്കൂലിയായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ചെയ്തു കൊടുത്തിരുന്നതിൻ്റെ പാരിതോഷികമായിട്ട് ആ മണി എന്താണ് ഈ ഒരു സോഴ്സിലൂടെ കൊണ്ടുവന്ന് വൈറ്റ് മണിയായിട്ട് കൊണ്ടുവന്നതാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരുന്നുണ്ട്. ഇത് അത്ര എളുപ്പത്തിൽ ഊരിയെടുക്കാവുന്ന ഒരു കുടുക്കിനകത്തല്ല വീണ വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകള് തലയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് മുമ്പോട്ട് പോകുന്നതിനകത്ത് വളരെ പ്രതീക്ഷ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ആ പ്രതീക്ഷ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ശരി, ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് ഈ ഒരു സ്ക്രിപ്റ്റഡ്, അതായത് കേന്ദ്ര ഏജൻസികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥ എന്നുള്ള രൂപത്തിലാണല്ലോ. പക്ഷേ SFIOയിലെ ഉദ്യോഗസ്ഥർ CMRL നടത്തിയ തെളിവെടുപ്പ്, വീണ വിജയനിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ബൃഹത്തായ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതും. അതിൽ ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എക്സാലോജിക്കിൻ്റെയും വീണ വിജയൻ്റെയും CMRL കമ്പനിയായിരുന്നു. ഈ കാര്യം ഇപ്പോൾ പൊതുസമൂഹത്തിനെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. ഇത് വീണ വിജയനെങ്കിലും ഇത് തുറന്നു പറയട്ടെ പൊതുസമൂഹത്തോട്. കാരണം അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ ഇപ്പോഴും. അപ്പോൾ ആ ഘട്ടത്തിലും ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പൊതുസമൂഹം ഇപ്പോഴും അത് തന്നെ വിശ്വസിക്കും കേട്ടോ, SFIയുടെ ഈ കണ്ടെത്തൽ. കാരണം ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രേഖയും ഇല്ല. ഇത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു കേസുമായിട്ടുള്ളത്. അതിനകത്ത് ഈ SFIയുടെ റിപ്പോർട്ടിനകത്ത് വരുന്ന ആ റിപ്പോർട്ടിനകത്ത് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്. ഈ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്താ? സൗകര്യപൂർവ്വം അങ്ങ് വിടുന്നത്. ഒരാളെ നിയമിച്ച് ശമ്പളം മേടിച്ചു എന്ന് പറയുന്നത്, നിങ്ങൾ വലിയ പറഞ്ഞല്ലോ ഇവിടെയെല്ലാം മൈക്രോസോഫ്റ്റും പവർ പോയിൻറ്റും മൈക്രോസോഫ്റ്റിനകത്തുള്ള വേർഡും പവർ പോയിൻറ്റും ഒക്കെ മാത്രം കൊടുത്ത സർവീസാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിസ്സാരവൽക്കരിച്ച് പറഞ്ഞല്ലോ. ഈ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എഴുതി ചേർത്ത കാര്യം എന്താ? ഈ ചർച്ച ചെയ്ത ആങ്കർ ഉൾപ്പെടെയുള്ള ആളുകളങ്ങ് കളഞ്ഞതെന്താ? അതെന്താ പറയാത്തത്? മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ ലെവൽ അനുസരിച്ചിട്ട് അയാൾക്ക് ശമ്പളം മേടിക്കാം. മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അനാലിസിസ് കനകോലു എന്ത് ചെയ്തു? ഉദാഹരണത്തിന് കനകോലുവിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്, അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടിയുടെ, അയാളും ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജിക് അനലിസ്റ്റ് ആയിരുന്നല്ലോ. അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെയല്ല അതിൻ്റെ ഇത്. ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ CMRL എന്ന് പറയുന്നത് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിനകത്ത് ലോജിസ്റ്റിക്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. ഞാൻ ഈ ഫ്ലോറിലിരുന്ന് 5, 6, 7, 8, 10 ചർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞത് കണക്കോലെ CPMൻ്റെ ഔദ്യോഗിക വക്താക്കൾ ആരും വരാതിരുന്ന സമയത്ത് ഇടതുപക്ഷ അനുഭാവി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇതിനകത്താണ് വളരെ കൃത്യമായിട്ട് ഒരുപാട് തവണ ഞാനും മഞ്ജുഷും ഒക്കെ ആയിട്ടിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്.
അന്നേരവും ഈ സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇവർ പ്രൊവൈഡ് ചെയ്ത എന്ത് സർവീസാണ്? ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസ് IT സപ്പോർട്ടും മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. അവരെന്ത് കോൺട്രാക്റ്റാണ് വെച്ചിരുന്നത്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ്. അല്ലാതെ ചക്ക വെട്ടി പിച്ചാത്തി എടുത്ത് അല്ലെങ്കിൽ അതിന് ചിലവായ പൈസ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം. കരിമണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണെങ്കിലും എത്രമാത്രം അതിനകത്ത് കാര്യങ്ങളുണ്ട്, എത്ര വാളുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, എത്ര ഫയർ വാൾസ് ഉണ്ടാണോ, IT വിദഗ്ധന്മാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. IT വിദഗ്ധന്മാരോടൊക്കെ സംസാരിച്ചിട്ടാണ് SFIO ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. താങ്കൾ അത് ഈ SFIO ഉദ്യോഗസ്ഥരെ അത്രയ്ക്ക് വില കുറച്ച് കാണേണ്ടതില്ല. അവർ സമയമെടുത്ത് തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതും കുറ്റപത്രം തയ്യാറാക്കിയതും. കാരണം അത് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് CMRL-ന് എന്തൊക്കെ IT സേവനങ്ങളാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. എക്സാലോജിക് എന്തെല്ലാം IT സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എക്സാലോജിക് ഏതെല്ലാം കമ്പനികൾക്കാണ് ഇത്തരം ഈ സേവനങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തമ്മിലുള്ള താരതമ്യ പഠനവും നടത്തിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവിടെയാണ് പറയുന്നത് ഒരു സേവനവും നൽകിയതിന് തെളിവുകളില്ല എന്നുള്ള കാര്യം. ഈ പറയുന്ന IT ആൻഡ് മാർക്കറ്റിംഗ് ഹെഡിന് 5 ലക്ഷം രൂപ ഓരോ മാസവും കൊടുത്തു എന്നാണെങ്കിൽ ശരി, താങ്കൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര പണം വേണമെന്ന് തീരുമാനിക്കുന്നത് CMRL ആണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും 5 ലക്ഷം രൂപയാണ് ഓരോ മാസവും വീണ വിജയൻ ഈ IT ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് എന്ന പൊസിഷന് വേണ്ടി അവിടെ നിന്ന് വാങ്ങിയത്. അത് വന്ന് 2,07,00,000 രൂപ വരെ എത്തുകയും ചെയ്തു. മറ്റേ കമ്പനിക്ക് ബാക്കിയുള്ള തുക കമ്പനിക്കാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞ കുറച്ച് നമ്മൾ ഓരോ ഓഫ് ട്രാക്കായിട്ട് നീങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫ് ട്രാക്കായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ വിധി വരുന്ന സമയത്ത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നുണ്ട് വിധി കേട്ടോണ്ടിരുന്നായിരുന്നു. ഇവിടെ നിന്ന് തർക്കമന്ദിരമാണ്, ഇതാണെന്നെല്ലാം പറയുന്നു, അവിടെ നിന്ന് പള്ളിയാണെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ഇവിടെ പള്ളി പണിയണം, ഇപ്പോൾ അമ്പലം പണിയണം, രാമക്ഷേത്രം പണിയണമെന്നാണ് ആ വിധി എഴുതി വെച്ചത്. ആ വിധി എഴുതി വെച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, പെട്ടെന്നൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ. അതുപോലെ SFIO പഠിച്ചു തന്നെ ആയിരിക്കും റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുണ്ട്. പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരണം എന്നുള്ള മേളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നുള്ളത് അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും. എവിടെല്ലാം അഡീഷൻസ് വന്നിട്ടുള്ളത്, എവിടെല്ലാം സബ്ട്രാക്ഷൻസ് വന്നിട്ടുള്ളത്, എങ്ങോട്ടൊക്കെയാണ് കുന്തമിനെ നീളേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പുകമറ സൃഷ്ടിക്കേണ്ടതെന്ന്, ഇതിനകത്ത് ആർക്കെല്ലാം എന്തെല്ലാം. ഇപ്പം ലാവ്ലിൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റും? ഉമ്മൻചാണ്ടി വരെ പറഞ്ഞിട്ട് പോയത് അതിനകത്ത് ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിപ്പോകാൻ നേരത്തെ അത് റിപ്പോർട്ട് CBIക്ക് വിട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. CBI കോടതിക്ക് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കേസിൻ്റെ മുൾമുനയിൽ അല്ലെങ്കിൽ ഒരു കേസിൻ്റെ പുകമുറയിൽ വർഷങ്ങളോളം ഒരു രാഷ്ട്രീയ നേതാവിന് വേട്ടയാടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനും അതുപോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ ഭീകരത അല്ലെങ്കിൽ ഭരണകൂട ഭീകരത അത് സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രക്തരൂഷിതമായിട്ടുള്ള സമരങ്ങളിലൂടെ വളർന്നു വന്നൊരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ഈ കോടതിയും പോലീസും EDയും SFIO ഒന്നും ഉമ്മാക്കി കാണിച്ചാൽ ഇവിടുത്തെ CPM-കാരനെ പേടിപ്പിക്കാവുന്ന, ഇടതുപക്ഷ പാർട്ടികളെ പേടിപ്പിക്കാവുന്ന ആരും കരുതുകയും വേണ്ട. ഇതിനേക്കാളും വലിയ അടിയന്തരാവസ്ഥയും ഇതിനേക്കാളും വലിയ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ചൈനക്കാരന്മാരെന്ന് പറഞ്ഞ് വിളിക്കുകയും ഇതിനെയൊക്കെ അതിജീവിച്ചു വന്നു. പക്ഷെ ഞാൻ ആധാരമാക്കുന്നത് ഈ കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളാണ്. അല്ലല്ല, എനിക്കതിനകത്ത് കൃത്യമായിട്ടും ഈ SFIOയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുക്കുവാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. കാരണം ഇത് വീണ വിജയനിൽ നിന്നും തെളിവ് ശേഖരിച്ചതിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. CMRL-ൽ നിന്നും തെളിവ് ശേഖരിച്ചതിന് ശേഷം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായിട്ട് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് സംശയം വരുന്നു, ഒരു സേവനവും നൽകാതെ എങ്ങനെയാണ് ഇത്രയും തുക നൽകിയതെന്ന്. അതുമാത്രമല്ല ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമുണ്ട്. കാരണം ചില സർവീസുകൾ മൈക്രോസോഫ്റ്റുമായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ അതിനെ ഒന്ന് പറയൂ. അല്ല, ഇതിനകത്ത് മഞ്ജുഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കറിയില്ല ഡോക്ടർ ജയരാജ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. ഈ റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ചാൽ ഈ 167 പേജുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് എല്ലാവരും അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഉണ്ടല്ലോ, ശരി. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാവുമല്ലോ, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാമല്ലോ അതിനകത്ത് ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഇതൊക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞൊരു സാധനമല്ല. ഞാനിതിലൂടെ കടന്നു പോയപ്പോൾ ഓരോരുത്തരും കൃത്യമായിട്ട് എങ്ങനെയാണ് എന്തെല്ലാം ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്നിട്ട് അതിനകത്തൊരു ഉദ്യോഗസ്ഥൻ, താങ്കൾ പറഞ്ഞ റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള വാസുദേവൻ എന്ന് പറയുന്ന അയാളോട് ചോദിച്ചപ്പോൾ
ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനതിനകത്ത് 10-22 വർഷക്കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ഈ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എന്തെങ്കിലും ഒരു പ്രത്യേക സേവനം ഞങ്ങൾക്ക് ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അത് അദ്ദേഹം മാത്രമല്ല, വേറെ പല ആളുകളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതോട് താങ്കൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്ത് സേവനം കൊടുത്തു എന്ന് ഇത് കൊടുത്ത കമ്പനിയോ വാങ്ങിയ കമ്പനിക്കോ പറയാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ഒരു മണി ലോണ്ടറിങ് ഉണ്ടാകുന്നത്. മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് അതും 2.78 കോടി എന്ന് പറയുന്നത് അത്ര ഭീകരമായൊരു തുകയായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകളുടെ കമ്പനിയാണ്. അതിനകത്ത് ഡോക്ടർ ജയരാജൻ അറിയാമല്ലോ, തുടക്കം 5 ലക്ഷം രൂപ മാത്രം ടേൺ ഓവറുള്ള ഒരു കമ്പനി 2-3 കൊല്ലം കൊണ്ട് 100 കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് മാറുന്നു. ഒരു കാര്യം കൊണ്ട് വീണ ടി റിവീൽ ദാറ്റ് അപ്പാർട്ട് ഫ്രം ഹർ ഏർണിംഗ്സ് ഫ്രം CMRL ഷീ ഡസ് നോട്ട് ഹാവ് അതാണ് ഞാൻ പറയുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. വരുമാനമില്ല എന്ന് അവർ തന്നെ റിവീൽ ചെയ്തതാണ്. 100 കോടി രൂപ ടേൺ ഓവർ ഉള്ള കമ്പനിയായിട്ട് ഇത് മാറുമ്പോൾ ഈ കമ്പനിക്ക് മറ്റൊരു ഇടപാടുകളുമില്ല, ഒരു വരുമാനവുമില്ല. CMRL-ലുമായിട്ട് അല്ലാതെ ഈ കമ്പനിയെ വേറെ ഈ ലോകത്ത് ആരും ഉപയോഗപ്പെടുത്തിയതായിട്ട് ഈ മേഖലയിൽ ഡോക്ടർ ജയരാജ് ഇടപെടരുത്. അത് നോക്കുക, നല്ല കാര്യമല്ല. വെയിറ്റ് ചെയ്യൂ, അങ്ങ് സമയം കിട്ടില്ല, അങ്ങ് ഇഷ്ടംപോലെ സമയം കിട്ടുന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പൊതുജനം എന്ന് പറയുന്നത് ഇതിനകത്ത് സാധാരണ ഒരു വ്യക്തിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ വിജയൻ സാധാരണ ഒരു വ്യക്തിയല്ല, മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന ആളാണ്. താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആളുകളൊക്കെ സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പൊതുജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഈ ഇഷ്യൂ ഇത്രയും റൈസ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, 5 ലക്ഷത്തിൽ നിന്ന് 100 കോടിയിലേക്ക് മാറുന്നൊരു കമ്പനിക്ക് താങ്കൾ പറയുന്ന ഈ മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ് ഈ വീണയ്ക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് മറ്റൊരു കമ്പനിയും അത്തരത്തിലേക്ക് ഒരു ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ല? ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ ഈ ചോദിച്ചു, CMRL-നോട് ചോദിച്ചു, SFI ചോദിച്ചു, കൃത്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സേവനം കിട്ടി? അവർക്ക് ഉത്തരവില്ല. എവരോട് ചോദിച്ചു, നിങ്ങളെന്ത് സേവനം കൊടുത്തു? അവിടെയാണ് നേരത്തെ തമാശയായിട്ട് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ ടാലിയും മൈക്രോസോഫ്റ്റും ഒക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്രയും കോടികൾ കൊടുക്കണമെങ്കിൽ അവിടെ അതിനകത്തൊരു ഫ്രോഡുലൻസ് ഉണ്ട്. ആ ഫ്രോഡുലൻസ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും കമ്പനി ആക്ട്സ് പ്രകാരം ഇതിനകത്ത് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഒരു സെന്റൻസ് വായിച്ചാൽ she had not rendered any significant services but was merely facilitating the introduction of vendors for a demo. This communication occurred nearly 2 years after the payments of Rs 8 lakhs had already been made to Exalogic and Veena എന്നുള്ളതാണ്. ചില വെൻഡേഴ്സുമായിട്ട് ഇമെയിലിൽ ബന്ധപ്പെട്ട് ഡെമോയ്ക്ക് വേണ്ടി അല്ലേ ചില കാര്യങ്ങൾ ചെയ്തു എന്നതൊഴിച്ചാൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. അത് ഈ ഇവരുമായിട്ടുള്ള സർവീസ് എക്സാലോജിക്കും CMRL-ലുമായിട്ടുള്ള സർവീസ് അവസാനിച്ചതിന് ശേഷവും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ സംശയകരമാണ് എന്നാണ്. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ATNA ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു ഇതേ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അവരാണെങ്കിൽ അവരെത്രയാണ് 3.75 lakhs ആണ് പറഞ്ഞത്, ATNA ആവശ്യപ്പെട്ടത് 3.65 ലക്ഷം, അതായത് 3,65,000 രൂപയ്ക്ക് അവർ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എത്രയോ ഇരട്ടിയാണ് അല്ലേ? അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്ത് ATNA എന്ത് കൊടുത്തു, വീണ എന്ത് പ്രൊവൈഡ് ചെയ്തെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ERP സൊല്യൂഷൻസ് അതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞ ഈ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് നമുക്കും ഇതിനെക്കുറിച്ചൊരു അവ്യക്തതയുണ്ടായിരുന്നു. നമ്മൾ ഈ ഇതിനെപ്പറ്റി ടാലിയെ പറ്റിയും മൈക്രോസോഫ്റ്റ് ഓഫീസിനെ പറ്റിയും ഒക്കെ പരിഹാസത്തിന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അതിനും അപ്പുറമാണ് സംഭവിച്ചത്. ഒരു കാര്യം കൂടെ, ചെറിയൊരു കാര്യം കൂടെ നോക്കിക്കോണേ. അതായത് ഈ ATNA-യുമായിട്ടുള്ള ഇവർക്ക് ഈ പറയുന്ന CMRL-ന് ദേ ഹാവ് ഓവർ 80 ഇമെയിൽ കോൺവെർസേഷൻസ് കമ്മ്യൂണിക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. അതേസമയം വീണയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ആ കമ്പനിയുമായിട്ട് നോ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഫൈനൽ പേയ്മെന്റ് മെയ്ഡ് ആഫ്റ്റർ 9 months ഫോർ ATNA ആൻഡ് പേയ്മെന്റ് വെയർ മെയ്ഡ് വിത്തൗട്ട് എനി ഡെലിവറബിൾസ്. ഒന്നും കൊടുക്കാതെ, ഒരു വകയും കൊടുക്കാതെ അവർക്ക് വീണയ്ക്ക് ഇത് കൊടുത്തിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോസ്റ്റ് നെഗോഷിയേറ്റഡ് ബൈ ദി ATNA. യെസ്, ബട്ട് cost negotiated by Veena, no evidence. Ini cost incurred 3.65 lakh, at the same time 278 lakh. അത് 2.78 കോടിയാണ്. അതായത് ഡോക്ടർ ബി ജയരാജ് അത് നോക്കണം, 3.65 ലക്ഷം രൂപയാണ് ATNA എന്നുള്ള കമ്പനിക്ക് ഈ IT സർവീസുകൾക്ക് വേണ്ടി CMRL കൊടുത്തത്. വീണ വിജയനും എക്സാലോജിക്കിനും രണ്ടുപേരുമായിട്ട് ക്യുമുലേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ 2.78 കോടി.
ഇതാണ് ഈ വൈരുദ്ധ്യം. ഇത് സംസാരിക്കുന്ന കണക്കുകളാണ് സാർ. ആ സമയത്ത് ആരായിരുന്നു ഡോക്ടർ ജയരാജ് 1.188 അതൊന്ന് നോക്കൂ, ആ ടേബിൾ നിങ്ങൾ നോക്കൂ. വളരെ കൃത്യമായിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ATNയും വീണ എക്സാലോജിക്കും തമ്മിലുള്ള പാരാമീറ്റേഴ്സ് വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 1.188 എന്ന് പറയുന്ന നമ്പറിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുന്നത്, ഞാനിത് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഒരു സംശയമില്ല ഇങ്ങനൊരു ഫ്രോഡ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ റിപ്പോർട്ട് വായിക്കുന്ന ഒരു മനുഷ്യനും ഒരു സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം അങ്ങേക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് മഞ്ജുഷ്, ഞാൻ പറയാം. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൂരദർശൻ്റെ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വന്ന ഒരാളാണ്. അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ, പ്രൈവറ്റ് വണ്ടികൾ അവർ റിലീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു വർഷം 25 ലക്ഷം രൂപയോ 30 ലക്ഷം രൂപയൊക്കെ മാത്രമാണ് കോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കമ്പനി വന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഇത്രയും വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഈ പയ്യന്മാരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇവരെ അവസാനം അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടഴിച്ചങ്ങ് പോയി. എത്ര വ്യത്യാസമുണ്ട് ഞാൻ ചോദിക്കട്ടെ. ഒരു കമ്പനി പുതിയതായിട്ട് ഒരാൾ വന്ന് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സപ്ലയേഴ്സ്, നമ്മളിപ്പോൾ ഒരു സാധനം സപ്ലയേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ചെയ്ത് തരാമെന്ന് പറയും, പല ആളുകളും പറയും. പക്ഷേ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഗുഡ്സിന്റെ നിലവാരം അത്രേ ഉണ്ടാവത്തുള്ളൂ. ഒരേ കാര്യം തന്നെ പല ആളുകളല്ലേ കോട്ട് ചെയ്യുന്നതിന് എന്താണ് ഇപ്പൊ ഒരു കോട്ട് ലോവസ്റ്റ് കോട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ പക്ഷെ അതിനകത്ത് സർവീസസ് ഒന്നും കാണത്തില്ല. ഈ കാര്യത്തിൽ വീണ വിജയനെ നമുക്ക് സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള തെളിവുകൾ വെച്ച് ഇത്രയും പറ്റുകയുള്ളൂ. അംഗീകരിക്കാത്ത ആളുകളാണ് അവര്. അതുകൊണ്ട് ഇതിനകത്ത് നിന്നും കോടതി പറഞ്ഞാൽ പോലും അതൊക്കെ തെറ്റാണെന്ന് പറയാം. മാത്യു കുഴൽനാടൻ പോയിട്ട് അടിയും കൊണ്ടുവന്നു. അതിനുശേഷം ഷോൺ ജോർജ് പോയിട്ട് അടിയും കൊണ്ടുവന്നു. തെളിവുകളൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങ് തൂക്കിലേറ്റിയാൽ മതിയല്ലോ. ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് കുഴപ്പം കൊടുത്ത ആളുകൾ ഇപ്പൊ എന്ത് കൊടുക്കുന്നു? കൃത്യമായിട്ട് പറഞ്ഞില്ലേ, സ്റ്റേ വെക്കേറ്റ് ചെയ്തില്ലേ ഗോകുൽരാജൻ. ശരി യുവരാജ്, ഇതുവരെയുള്ള കോടതി നടപടികളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആകെ മിനിയാത്തെ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് മാത്രമാണ് കേന്ദ്ര ഏജൻസിക്ക് ആശ്വാസമായിട്ടുള്ളത്. ഇപ്പോഴും ഈ നമ്മൾ ഈ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, അതും അതും സ്റ്റേയിലാണ് കേട്ടോ. ശരി യുവരാജ്. അല്ല, ഇതിനകത്ത് മഞ്ജുഷ എന്താ ഇതിനകത്ത് പറയേണ്ടത്? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ഇവിടെ സംസാരിക്കേണ്ടുന്ന ഞാൻ ആദ്യം പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ സംസാരിക്കേണ്ടുന്നത് പിണറായി വിജയൻ പോലും അല്ല, ഇവിടെ സംസാരിക്കേണ്ടുന്നത് വീണ വിജയനാണ്. താൻ എന്ത് സേവനം നൽകി എന്നുള്ള കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിൽ. ഇപ്പം വീണയുടെ പിതാവാണല്ലോ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയധികം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിങ്ങൾ ആദ്യം വിളിച്ചിട്ട് സംസാരിക്കാൻ പറയും. അല്ല, ഇദ്ദേഹത്തിന് വേറെന്തോ കുഴപ്പമാണ്, മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന് പാർട്ടി മൊത്തത്തിൽ പൊളിഞ്ഞ് നാറി വൃത്തികേടാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇരുന്നിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സേവനം കൊടുത്തു എന്ന് ചോദിച്ചാൽ അതൊഴിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ PC ജോഷി മറ്റേ കത്തെഴുതിയിട്ട് മാപ്പും പറഞ്ഞ് അവസാനം വിദ്യാർത്ഥികളെ റിക്രിയേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാഹിബിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ ചരിത്രം മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം മുതലേ പറയുകയാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് നിങ്ങൾ വിഡ്ഢികളായിട്ട് കാണരുത്. കഴിഞ്ഞ ദിവസം അതെ ചരിത്രം കൂടെ പറയാം. അതെ, തീർച്ചയായിട്ടും ക്യാബറ കളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത ചരിത്രം ഞാനും പറഞ്ഞു തരാം. വേറെ വലിയ കൂടുതൽ ഡെക്കറേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ ചരിത്രമൊന്നുമല്ല, നാഷണൽ ആർക്കൈവ്സിലുണ്ട്. വേണമെങ്കിൽ ഞാനെടുത്ത് തെളിവ് കാണിച്ചു തരാം. തങ്ങ് സംവാദത്തിന് വരാൻ തയ്യാറുണ്ടോ? ഞാൻ തെളിവ് കാണിച്ചു തരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ PC ജോഷി മുതലുള്ള ആൾക്കാർ കാണിച്ചിട്ടുള്ള കാര്യവും ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങൾക്കും വിലക്ക് വരുന്ന കാലഘട്ടത്തിൽ ദേശാഭിമാനി ഇവിടെ എങ്ങനെ പ്രിന്റ് ചെയ്തത്, എന്തൊക്കെ നക്കിക്കൊടുത്തിട്ടാണെന്നുള്ള ചരിത്രമൊക്കെ നമുക്ക് സംസാരിക്കാനേ ഒരു മടിയില്ല. എനിക്ക് സംസാരിക്കാൻ യാതൊരു മടിയില്ല. വെറുതെ അവസാനം ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങളുടെ ബ്രിട്ടീഷുകാർക്ക് ഇത്രയും നക്കിക്കൊടുക്കുകയും സേവനം ചെയ്യുകയും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ ഇന്ത്യയിലെ മറ്റൊന്നും തന്നെ ഇല്ല. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ ബ്രിട്ടീഷുകാർക്ക് ഇത്രയും സേവനം ചെയ്തു
ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനവും ഔദ്യോഗികമായിട്ട് ഒരിടത്തും ഇല്ല. ശരി, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് CMR-ന് എക്സാലോജിക്കും വീണ വിജയനും നൽകിയ സേവനം എന്താണ് എന്നുള്ള കാര്യമാണ്. അത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി ചർച്ചയൊക്കെ വേറെ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനം കണ്ടോണ്ടിരിക്കുകയാണ് സാറേ നിങ്ങളുടെ ഇമ്മാതിരിയുള്ള ഉരുളലും ബെരളലും ഒക്കെ. മനസ്സിലായില്ലേ? നാണം കെട്ടിട്ടാണ് അവസാനം 35 സീറ്റിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഗതി പിടിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഉരുളൽ കാരണമാണ്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, വീണ വിജയനെ ED അറസ്റ്റ് ചെയ്യുമോ? വർഗീയത പറയാത്തോണ്ടാണ്. സ്ക്രീൻഷോട്ട് ഞങ്ങളാണല്ലോ ഉണ്ടാക്കി അയച്ചത്. സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അയച്ചത് വർഗീയതയല്ലേ? കണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.